ശരിയാണ്, 26,000 രൂപക്ക് ഒരു ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് പോസിബിൾ അല്ലെന്ന് ഒരാൾ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റൂല. ഒരിത്തിരി പഠിച്ചിട്ടൊക്കെ പോയാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. കസാഖിസ്ഥാനിലെ ഡേ 1 എനിക്ക് എത്ര സ്പെൻഡ് ആയെന്ന് നോക്കാം. കസാഖിസ്ഥാനിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുന്നത് കോഴിക്കോട് നിന്ന് അബുദാബി വഴിയാണ്. മുംബൈയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്താൽ ഇതിനും ചെലവ് കുറവിൽ അവിടെ എത്താമെങ്കിലും അത് വേണ്ടെന്ന് വെച്ചത് ഞാൻ തന്നെയാണ്. കസാഖിസ്ഥാൻ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആയതുകൊണ്ട് തന്നെ എമിഗ്രേഷനൊക്കെ വളരെ ഈസി ആയിരുന്നു. വിസക്ക് വേറെ ചിലവൊന്നും ഉണ്ടായിരുന്നില്ല. എയർപോർട്ടിലെത്തിയാൽ ഞങ്ങൾ ആദ്യം ചെയ്യല് പുതിയൊരു സിം എടുക്കലാണ്. 15 ദിവസം വാലിഡിറ്റി ഉള്ളൊരു സിം ഞങ്ങൾ എടുത്തു. അതിന് ഏകദേശം നാട്ടിലെ 1083 രൂപയായി. അതിനുശേഷം യാൻഡെക്സ് ബുക്ക് ചെയ്ത് നേരെ റൂമിലേക്ക്. ടാക്സിക്ക് 833 രൂപയായി. യാൻഡെക്സ് ഒരു മൾട്ടിപർപ്പസ് ആപ്ലിക്കേഷനാണ്. യാൻഡെക്സ് വഴി ടാക്സി ബുക്ക് ചെയ്യാം, ഫുഡ് ഓർഡർ ചെയ്യാം, ബസ് റൂട്ട് മനസ്സിലാക്കാം. ഗൂഗിൾ മാപ്പിന് പകരം വരെ ഇവിടെ യാൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. 3 നൈറ്റ്സിനാണ് നമ്മൾ ഹോട്ടൽ റൂം എടുത്തത്. അതിന് ഏകദേശം നാട്ടിലെ 7300 രൂപയായി. റൂമിലെത്തുന്നത് വരെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലാണ്ട് വേറൊരു ഭാഷ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഫുഡ് വാങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ ശരിക്കും പെട്ടു. റഷ്യൻ അല്ലാണ്ട് ഒന്നും ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നില്ല. കൈകൊണ്ട് ആംഗ്യഭാഷ കാണിച്ചും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുമാണ് ഞങ്ങൾ ഒപ്പിച്ചെടുത്തത്. പുലാവ് ആണ് ഇവരുടെ മെയിൻ ഡിഷ് എന്ന് ആദ്യമേ അറിയുന്നത് കൊണ്ട് തന്നെ 2 പുലാവ് പാർസൽ വാങ്ങി. പുലാവിന് 1600 ടെങ്കയാണ് ആയത്. അതായത് നാട്ടിലെ 267 രൂപ. കസാഖിസ്ഥാനിലെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെലവായത് 9483 രൂപയാണ്. ഇത്രയും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു ഐറ്റിനറി റെഡിയാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പ്ലാൻ എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു.